afternoon, everyone. With immense joy and pride, I extend a warm welcome to you all on behalf of the Department of Mathematics and Institution Innovation Council of St. Mary's College, Thrissur. Today, we are gathered here for a mentoring session on lean startup and minimum viable products business. It is an indeed special occasion for us because the resource person of today's session is one of our own proud alumna, Ms. Revati Ramkumar. She is the founder of Knowledge Center at Vimangalam, a well-known institution where numerous students are being guided and nurtured. Her journey from being a student to this college to become a successful entrepreneur and mentor is truly inspiring. We are honored to have her back with us, not just as a former student, but as a role model who exemplifies how determination, vision, and passion can lead to meaningful achievements. Today, she will be sharing with us her valuable insights into entrepreneurship, startups, and building businesses with innovative ideas. On behalf of our principal, Dr. Sister Meena K. Chervattur, our HOD Anjali Miss, and the staff coordinator Ashwati Miss, and all the students present here, I extend a heartfelt welcome to you, ma'am. We are eager to listen, learn, and be inspired by your experience and wisdom. I also take this opportunity to warmly welcome our beloved principal, respected teachers, and my dear friends who are here to be part of this meaningful section. Once again, I wholeheartedly welcome everyone present here. Thank you. അടുത്തതായിട്ട് നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ കോളേജിലെ മുൻ വിദ്യാർത്ഥിയും മുൻ അധ്യാപികയും ഇപ്പോൾ നോളജ് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറായിട്ടുള്ള രേവതി രാമകുമാർ. രേവതി മിസ്സാണ്. മിസ്സിനെ ഏറ്റവും സാദരപൂർവ്വം ക്ഷണിച്ചു. And my dear students, first of all, I'm extremely happy to be here because, as mentioned earlier, I'm a former alumni of this college, and also I was a teacher. After doing my post-graduation, I worked as a guest lecturer, and I was a teacher to your teacher, Shahila Miss. She was my junior and I was her teacher also. So I'm very happy to be here. 2005 തൊട്ട് 2008 വരെ ഡിഗ്രിയും 2008-2010 കാലഘട്ടങ്ങളിൽ PG യും 2010 തൊട്ട് 2013 വരെ ഗസ്റ്റ് ലെക്ചറുമായിരുന്നു ഞാനിവിടെ. അങ്ങനെ 8 കൊല്ലം ഞാൻ വിലസിയ എൻ്റെ കലാലയത്തിലേക്കാണ് 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഒരു ഓൺട്രപ്രണർ ആണ് എന്നുള്ളതാണ് ഞാനിവിടെ നിൽക്കാനുണ്ടായ കാരണം. അതിലേക്ക് എങ്ങനെയാണ് ഞാൻ എത്തിച്ചേർന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ ഈ ഒരു 12 വർഷത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് എൻ്റെ ചെറിയ ജീവിതത്തിൽ, അതായത് കുറേ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ആ ഷെയറിങ്ങിലൂടെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും പിന്നീടുള്ള ജീവിതത്തിലേക്ക് ചിലപ്പോൾ ആവശ്യം വരുമെന്ന് തോന്നുന്നു. ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതിനാണ് ഞാൻ ഈ സെഷന് മുൻതൂക്കം നൽകുന്നത്. എൻ്റെ എളിയ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഞാൻ പഠിച്ച പാഠങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആർജിച്ചെടുത്ത പാഠങ്ങൾ, അതെല്ലാം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഏറെ അറിവുകൾ കിട്ടും. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, സ്വാതന്ത്ര്യം ഉണ്ടാവും, ടെൻഷൻ ഫ്രീ ലൈഫാണ് ഇപ്പോൾ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇതെല്ലാം അക്വയർ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് വൺസ് വെൻ യു ഫിനിഷ് യുവർ ഗ്രാജുവേഷൻ ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ, നിങ്ങൾക്ക് എന്താണ് ഒരു ജോബ് ആണെങ്കിൽ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ പെട്ടെന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തുടങ്ങാം എന്ന് വിചാരിച്ച് കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടൊന്നും ഒന്നും ആവില്ല. ഗൂഗിളിലോ ചാറ്റ് GPT-യിലോ അടിച്ചു കൊടുത്തത് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഇത്രയും വർഷം കിട്ടിയ അറിവിൽ അവർ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ.
അല്ലാതെ നിങ്ങളുടേതാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോമിങ് ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് നമ്മളുടേതായ എന്തോ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. യുണീക്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. ഞാനിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു ശൈലിയുണ്ട്, ഒരു രീതിയുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങളത് പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ എന്തുണ്ടാവും? നിങ്ങൾക്ക് തന്നെ റിഫ്രഷ്ഡ് ആവും, നിങ്ങൾ തന്നെ എല്ലാ കാര്യത്തിലും റിഫ്രഷ്ഡ് ആവും. അത്രയും ക്വാളിറ്റീസും അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു സംരംഭം തുടങ്ങാൻ ഒക്കെ സാധിക്കുള്ളൂ. വെറുതെ ഒന്നും ചെന്നാൽ ഒന്നും കിട്ടില്ല. പിന്നെ ഇതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് കുറേ ഉണ്ട്. പക്ഷെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനൊന്നും ഇനിഷ്യലി ആവശ്യമില്ല. പിന്നെ ബേസിക്കലി ലേഡീസ് വിമൺ ആയതുകൊണ്ട് നമുക്ക് കുറേ ആനുകൂല്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് തരുന്നുണ്ട്. അതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറിയ തോതിൽ തുടങ്ങുമ്പോൾ ആവശ്യമില്ല. അതൊക്കെ ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ എന്താ പറയുക, നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ പഠിച്ചിരിക്കണം, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു കാര്യം തുടങ്ങാൻ മുമ്പ് അതിൻ്റെ ഡോക്യുമെന്റ്സ് വായിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയുമല്ലേ. അപ്പം നിങ്ങൾ BSc മാത്സ് MSc മാത്സ് ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അത് വായിക്കുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരും. ദർ വിൽ ബി ലോ, ദർ വിൽ ബി എക്കണോമിക്സ്, ദർ വിൽ ബി പൊളിറ്റിക്സ്, എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരണ്ടേ. അപ്പോൾ നമുക്ക് ബേസിക്കലി ചുറ്റിനും നടക്കുന്നത്, അതായത് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മളുടെ ഗുരുക്കന്മാരും മാതാപിതാക്കളും എൽഡേഴ്സും എല്ലാം നമുക്ക് ഉപദേശങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിത്യം നമുക്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അതിൽ നിങ്ങൾ അത് റിഫൈൻ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ സക്സസ് എന്ന് പറയുന്ന ആ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ഇരിക്കും, പഠിക്കും, ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി കൊണ്ട് വയ്ക്കണം എന്നത് മാത്രം. അങ്ങനെ ആവരുത്. ഈ വേൾഡിൽ എല്ലാവരിലും കോമ്പറ്റീഷൻ ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ഹെൽത്തി. അത് മാത്രമല്ല, ഈ വേൾഡിലുള്ള ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിട്ട് ഡീൽ ചെയ്യുന്നവരെയാണ് ലോകം കൂടുതൽ സ്വീകരിക്കുന്നത്. എല്ലാവരും സ്മാർട്ടാണ് തൻ്റെതായ രീതിയിൽ. നമ്മുടെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ ഒരു കുട്ടി സ്മാർട്ടെല്ലാം തോന്നും. പക്ഷെ നമ്മളുടേതായ രീതിയിൽ നമ്മൾ സ്മാർട്ടാണ്. ആ സ്മാർട്ട്നെസ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഇനി തൊട്ടെങ്കിലും ഒരാളെങ്കിലും, ഇരിക്കുന്ന ഒരാളെങ്കിലും ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഉള്ളിലുണ്ട് ഒന്ന് കേൾക്കാനും കാണാനും ശ്രമിച്ചാൽ അവിടെ ഞാൻ ഇന്ന് നടക്കുന്ന സെഷൻ ഫ്രൂട്ട്ഫുള്ളാണ്. ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പല എത്തിക്സ് ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ പാർവതി മിസ്സാണ് എൻ്റെ എത്തിക്സ് ക്ലാസ്സിന് വിടാറ്. മിസ് എത്തിക്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉടനെ രേവതി പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ ഒത്തിരി വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ എന്നോട് ഭയങ്കര അഡ്മിറേഷൻ പറഞ്ഞിട്ടുണ്ട് എത്തിക്സ് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെടുക്കാൻ. 12 വർഷത്തിന് ശേഷമാണ് ഞാൻ അതുപോലെ ഒരു ചെറിയ ടോക്ക് എന്ന രൂപേണയായാലും ഇവിടെ വന്ന് എനിക്ക് പറയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും വേണം. ആൻഡ് നമ്മൾ അതിൽ നിന്ന് കൃത്യമായ വിവരം, അതായത് നമ്മൾ എന്താണോ കാണുന്നത് കേൾക്കുന്നത് അതിലെ കാര്യങ്ങൾ റിഫൈൻ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ അത് അക്വയർ ചെയ്തത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. ആൻഡ് യു ഷുഡ് ബി ബോൾഡ് ഇനഫ്, കറേജിയസ്. സ്ട്രഗിൾസിന് നമ്മുടെ എന്ത് തരത്തിലുള്ള സ്ട്രഗിൾസ് ആണെങ്കിലും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് വരണം. അതുപോലെ തന്നെ ഇതിലിരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ സർക്കാർ ജോലി കിട്ടണമെന്നൊന്നുമില്ല. എന്തെന്നാൽ പോലും ഈ ഇരിക്കുന്ന ഓരോരുത്തരും പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ ഒരു എന്തെങ്കിലും ആയി തീരണം, അത് നിർബന്ധമാണ്. ആസ് എൻ ഓണ്ടർപ്രണർ ഓർ ഫാക്കൽറ്റി എങ്ങനെയായാലും കുഴപ്പമില്ല, അത് ആവണം എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരിക്കലും പഠിച്ച അറിവ് നമ്മൾ വെറുതെ പുസ്തകങ്ങളിലോ സർട്ടിഫിക്കറ്റിലോ ആക്കി കളയരുത്. അത് നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുക തന്നെ വേണം. ഏത് രൂപേണയാണ് നമ്മൾ പഠിക്കുന്നത് അടുത്ത ജനറേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് നമ്മളുടെ കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ബി പോസിറ്റീവ്, തിങ്ക് പോസിറ്റീവ് ആൻഡ് ആക്ട് പോസിറ്റീവ്ലി. ഒരിക്കലും നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുത്തരുത്. എപ്പോഴും പോസിറ്റീവായിരിക്കുന്നവർക്ക് മുഖത്തൊരു നല്ല ചിരി ഉണ്ടായിരിക്കും. ആ ചിരി എതിരെ നിൽക്കുന്ന ആൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി
നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു. അവരെ കാണുക, അവരിൽ നിന്ന് നല്ലത് പഠിക്കുക, അത് നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ നിശ്ചിത അനുഭവത്തിലൂടെ മിസ് നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്നേഹവും നന്ദിയൊക്കെ നമ്മളൊരു കുഞ്ഞു ഉപഹാരത്തിലൂടെ മിസ്സിന് കൈമാറാണ്. ഈ ഉപഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് സെക്കൻഡ് ഇയറിലെ ശിവപാർവതിയാണ്. അപ്പോൾ ഇത് നൽകുന്നതിനായിട്ട് അഞ്ജലി